ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ശ്രേയാസ് പാരഡൈസ്. എല്ലാവർക്കും ഹാപ്പി ആണ്. അപ്പോൾ ഞാനൊരു പുളിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം നമ്മളൊരു പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് വെള്ളവും വെള്ളരിക്കയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ഇട്ട് വേവിക്കാൻ വെക്കുക കേട്ടോ. നന്നായിട്ട് വേഗത്തെ അവിടെ കിടന്ന്. അതിനുശേഷം വേറൊരു ജാറെടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങയും പെരിഞ്ചീരകവും കുറച്ചൊക്കെ പെരിഞ്ചീരകവും ഉള്ളി 2-3 അല്ലി ഉള്ളിയും കൂടെ കൊച്ചുള്ളിയും കൂടെ ഇട്ടിട്ട് നമുക്ക് അരയ്ക്കാൻ വെക്കാം. നന്നായിട്ട് ഇത് അരയ്ക്കണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് അല്ലി വെളുത്തുള്ളിയും കൂടി ഇടണേ. വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരയ്ക്കുക. കുറച്ച് വെള്ളമൊക്കെ ഇടയ്ക്ക് ഒഴിച്ച് നന്നായിട്ട് ക്രീമി ആയിട്ടൊരു നല്ലൊരു ടെക്സ്ചറിലാക്കി എടുക്കുക. അതിനുശേഷം വേറൊരു ചരുവം എടുത്താൽ അതിൽ കുറച്ച് തൈരും വെള്ളവും ഉപ്പും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ വെള്ളരിക്ക വെള്ളമൊക്കെ കുറച്ച് വറ്റി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ച ബാറ്റർ അതിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് കുറച്ച് അതുമായിട്ടൊന്ന് യോജിച്ച് വരുന്ന സമയത്ത് ഒരു സ്വല്പം ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച തൈര് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഫെനുഗ്രീക്ക് പൗഡർ ഉലുവാപ്പൊടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കരുതേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ പുളിശ്ശേരിയുടെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യണേ. അതിനുശേഷം നമ്മൾ വേറൊരു പാൻ എടുക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുഞ്ഞായിട്ട് അരിഞ്ഞ് കൊച്ചുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അതൊന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. ഇത് ലാസ്റ്റ് സ്റ്റെപ്പാണ്. കടുക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യണം, നന്നായിട്ട് കടുകിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉലുവയും കൂടി ഉണക്കമുളകും കൂടി ഇടുക. ഉണക്കമുളകും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളൊരു പുളിശ്ശേരിയിലേക്ക് ഇത് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പുളിശ്ശേരി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയർ ചെയ്യുക, മറക്കല്ലേ.